അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പശ്ചിമേഷ്യ വീണ്ടും സമാധാനപൂർണ്ണമാവുകയാണ്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഘോരമായ 12 ദിവസത്തെ യുദ്ധം കഴിഞ്ഞു. അവർ തമ്മിൽ സമാധാനത്തിലേക്ക് എത്തിച്ചേർന്നതിന് ശേഷം ഇസ്രായേൽ വീണ്ടും ഗാസയിലേക്ക് തിരിക്കുകയാണ്. ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന വാർത്ത എന്ന് പറയുന്നത് ഞെട്ടറ്റു വീഴുന്ന പിഞ്ചു പൈതങ്ങളുടെ രോദനങ്ങളാണ്. എത്ര ആളുകളെ കൊന്നൊടുക്കിയാലും എത്ര മനുഷ്യരെ കൊന്നൊടുക്കിയാലും തീരാത്ത ചോരക്കൊതിയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റേത്. കൃത്യമായി പറഞ്ഞാൽ ജൂതരാഷ്ട്രം ആ എല്ലാ ജൂതന്മാരെയും ഈ ഒരു സൈക്കോ കാറ്റഗറിയിൽ നമ്മൾക്ക് പെടുത്താൻ പറ്റൂല. കാരണം ഇസ്രായേലിൽ നെതന്യാഹുവിൻ്റെ വസതിക്ക് മുന്നിൽ പോലും ഈ ഒരു യുദ്ധക്കുറ്റത്തിനെതിരെ, അതുപോലെ തന്നെ നെതന്യാഹു നടത്തിയിട്ടുള്ള അഴിമതിക്കെതിരെ ശക്തമായ പ്രതിഷേധം നടക്കുകയാണ്. ലോകത്തിൻ്റെ വ്യത്യസ്ത രാജ്യങ്ങളിലെ അറിയപ്പെട്ട യൂണിവേഴ്സിറ്റികളിൽ അവിടെയൊക്കെയും പ്രതിഷേധം ഇരമ്പുകയാണ്. ഫലസ്തീൻ എന്ന കൊച്ചു രാഷ്ട്രത്തിൻ്റെ സ്വപ്നങ്ങൾക്ക് മേൽ പതിച്ചിട്ടുള്ള മിസൈലുകൾക്കെതിരെ ലോകത്ത് ശക്തമായ പ്രതിഷേധം അണപൊട്ടി ഒഴുകുകയാണ്. ഈ പ്രതിഷേധങ്ങൾക്ക് നടുവിലും ആഗോള മാധ്യമങ്ങളുടെയും അതുപോലെ ആഗോള രാഷ്ട്രങ്ങളിലുള്ള പല ജനങ്ങളുടെയും ഇടപെടൽ കൊണ്ട് ഇസ്രായേൽ മാറി നിൽക്കും എന്ന് നമ്മൾക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവർ മാറി നിൽക്കുന്നില്ല. പ്രതിഷേധങ്ങൾ ഒരു പൂമാല പോലെ സ്വീകരിച്ചുകൊണ്ട് ക്രൂരത തുടരുകയാണ്. ഏറ്റവും വലിയ വംശഹത്യ, ജനോസൈഡ് എന്ന് പറയുന്നത്, ഈ നൂറ്റാണ്ട് കണ്ട വലിയ വംശഹത്യ ഹിറ്റ്ലർ ജൂതരെ ചെയ്തതാണ്. അത്രക്ക് വലിയ വംശഹത്യ ചെയ്ത ഹിറ്റ്ലർക്ക് ശേഷം ഇതുപോലൊരു ക്രൂരത ലോക ജനത ദർശിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം.